കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനെതിരെ ഗുരുതര സാമ്പത്തിക തട്ടിപ്പ് ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. എന്നാൽ അതിന് മറുപടിയുമായി മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക് രംഗത്തെത്തുകയും ചെയ്തു. ആ വാർത്തയുടെ വിശദാംശങ്ങളുമായി സലിം മാലിക് ഉണ്ട്. സലിം, ഇതിൽ 100 കോടിയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട് എന്നുള്ള ആ ആരോപണത്തിന് ഡോക്ടർ തോമസ് ഐസക്കിന്റെ മറുപടി എന്താണ്? അനുജ, തെളിവുകൾ പ്രതിപക്ഷ നേതാവ് പുറത്തുവിടട്ടെ, എല്ലാം കൃത്യമായ നിലയിൽ തന്നെയാണ് നടത്തിയത് എന്നൊക്കെയാണ് തോമസ് ഐസക് പറയുന്നത്. മാത്രമല്ല, പൂട്ടാൻ പോകുന്ന കമ്പനിയാണോ എന്ന് നേരത്തെ മുൻകൂട്ടി കാണാൻ കഴിയില്ലല്ലോ എന്നുള്ളതൊക്കെയാണ് തോമസ് ഐസക്കിൻ്റെ, അന്നത്തെ ധനമന്ത്രി എന്ന നിലയിലുള്ള തോമസ് ഐസക്കിൻ്റെ മറുപടി. പക്ഷേ പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം നേരത്തെ തന്നെ പൂട്ടാൻ പോകുന്നു എന്ന് അറിഞ്ഞുകൊണ്ട്, അതായത് 2015-2018 കാലയളവിൽ തന്നെ അനിൽ അംബാനിയുടെ റിലയൻസ് കൊമേഴ്ഷ്യൽ ഫിനാൻസ് ലിമിറ്റഡ് എന്ന കമ്പനി അത് നഷ്ടത്തിലാണെന്ന് മനസ്സിലാക്കുകയും അടുത്ത വർഷത്തോടുകൂടി തന്നെ അത് പൂട്ടുമെന്ന് അറിഞ്ഞ ശേഷമാണ് 2018 ഈ നിക്ഷേപം നടത്തിയത് എന്നുള്ളതാണ്. അതിലൊരു അഴിമതി ഉണ്ട് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം. അതിൻ്റെ കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് തന്നെ 2018 ഈ നിക്ഷേപം നടത്തി, അതിനുശേഷം ഈ കമ്പനി പൂട്ടുന്നതിന് മുൻപ് 2019 അടച്ചുപൂട്ടി. അതിനിടയിൽ 2018-2019 സാമ്പത്തിക വർഷത്തെ ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ, വർഷാന്തി കണക്കിൽ ഒന്നും ഈ കമ്പനിയുടെ പേരെ ഉൾപ്പെടുത്തിയിരുന്നില്ല, മനഃപൂർവ്വമായി ഒളിച്ചു വെച്ചു. അതിനുശേഷം 2019-2020 സാമ്പത്തിക വർഷത്തെ വാർഷിക കണക്കിലും ഈ കമ്പനിയുടെ പേര് ഉൾപ്പെടുത്തിയില്ല. ഏറ്റവും ഒടുവിൽ 2020-21 എന്ന സാമ്പത്തിക വർഷ കണക്കിൽ മാത്രമാണ് ഇതിൻ്റെ പേര് ഉൾപ്പെടുത്തിയത്. അപ്പോഴേക്കും 7 കോടി രൂപ ഈ കമ്പനി അടച്ചുപൂട്ടുകയും അതിനുശേഷം 7 കോടി 10 ലക്ഷം രൂപ തിരികെ ലഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ 60 കോടി 80 ലക്ഷം രൂപയാണ് അവിടേക്ക് നിക്ഷേപിച്ചത് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് കണക്കുൾപ്പെടെ പറയുന്നത്. മാത്രമല്ല, 2024 ഇക്കാലം വരെയും അങ്ങനെ ഒരു നിക്ഷേപം മറ്റേതെങ്കിലും സ്ഥലത്ത് നടത്തിയിരുന്നെങ്കിൽ 108 കോടിയിലധികം രൂപ സർക്കാരിനായി ലഭിച്ചേനെ. അതുകൊണ്ട് തന്നെ 7 കോടി കഴിച്ചാലും 101 കോടിയുടെ നഷ്ടം സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അത് മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള സ്വകാര്യ കമ്പനികളിലേക്ക് നിക്ഷേപം നടത്തുന്നതിന് ചട്ടം അനുവദിക്കുന്നില്ല. ചട്ടം അത് ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ മറ്റോ നിക്ഷേപം നടത്തുന്നതിനാണ് അനുവദിക്കുന്നത്. ആ ചട്ടം എല്ലാം മറികടന്നുകൊണ്ടുള്ള തീരുമാനമാണ് എടുത്തത്. അതിനൊരു അഴിമതിയുണ്ട് എന്നും പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നു. അനുജ, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനെതിരെയാണ് ഗുരുതര ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തിയത്.